സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 27 പാലാഴി മഥനവും കൂർമാവതാരവുമാണ്. ആദ്യം നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ദുർവാസാവ് മഹർഷി ഒരു ദേവസ്ത്രീയിൽ നിന്ന് ലഭിച്ച ദിവ്യമായ മാലയെ ദേവേന്ദ്രന് കൊടുത്തിട്ട് അത് പിന്നീട് ഐരാവതമെന്ന ശ്രേഷ്ഠഗജത്താൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ മഹർഷി ഇന്ദ്രനെ ശപിച്ചു. ഭഗവാൻ ഒഴിച്ച് ദേവതകളുടെ അംശത്തിൽ ജനിച്ചവർക്ക് എന്ത് ക്ഷമയാണുള്ളത് എന്നാണ് ഭട്ടതിരിപ്പാട് ഈ 1-ാം ശ്ലോകത്തിൽ ചോദിച്ചിരിക്കുന്നത്. അനന്തരം ദേവേന്ദ്രൻ ദുർവാസാവിൻ്റെ ശാപം നിമിത്തം ജര ബാധിച്ചവനായി തീരവേ മറ്റുള്ള ദേവന്മാരും അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ടു. ഓജസ്സില്ലാത്തവരായി തീർന്നപ്പോൾ ശിവൻ മുതലായ ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിനെ സമീപിച്ച് മോക്ഷത്തിന് ഉൽപ്പത്തിസ്ഥാനമായ ഭഗവാൻ വിഷ്ണുവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു. ഇതാണ് 2-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങളെ നൽകുന്ന അല്ലയോ ഭഗവാനെ, ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട അങ്ങ് ഉത്കൃഷ്ടമായ തേജസ്സോടുകൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഹേ ദേവന്മാരെ, അസുരന്മാരോട് സന്ധി ചെയ്ത് അമൃത് കടഞ്ഞെടുക്കുവിൻ എന്ന് അരുളി ചെയ്തു. ഇതാണ് 3-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്ത ശേഷം അഹങ്കാരത്തോടെ കടകോലായി മന്ദരപർവ്വതത്തെ കൊണ്ടുപോകുമ്പോൾ അത് കയ്യിൽ നിന്ന് താഴെ വീണ സമയം ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് ഒരു എലന്തക്കുരു എന്ന പോലെ നിഷ്പ്രയാസം പാലാഴിയിൽ അതിവേഗത്തിൽ സ്ഥാപിച്ചു. ഇതാണ് 4-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിനുശേഷം താമസിയാതെ വാസുകിയെ കയറാക്കി വെച്ചുകൊണ്ട് എല്ലാ ഔഷധങ്ങളുടെയും വിത്തുകൾ നിക്ഷേപിക്കപ്പെട്ട ആ അലയാഴിയിൽ ദേവാസുരന്മാർ കടയുവാൻ ആരംഭിച്ചപ്പോൾ ഭഗവാൻ കപടം പ്രയോഗിച്ച് സർപ്പത്തിൻ്റെ മുഖഭാഗത്ത് അസുരന്മാരെ ആക്കി തീർത്തു. ഇതാണ് 5-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇളകിമറിയുന്ന ഉൾഭാഗത്തോടു കൂടിയ പാലാഴിയിൽ വർദ്ധിച്ച ഘനനിമിത്തം കടകോലായി ഉപയോഗിച്ചിരുന്ന മന്ദരപർവ്വതം മുങ്ങിപ്പോയപ്പോൾ ദേവന്മാർ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് നന്മയെ ആഗ്രഹിക്കുന്ന ഭഗവാൻ ഉറപ്പേറിയ പുറംഭാഗത്തോടു കൂടിയ ആമയുടെ ശരീരത്തെ കൈക്കൊണ്ടു. ഇതാണ് 6-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. വജ്രത്തേക്കാൾ ഏറെ ഉറപ്പുള്ള പൃഷ്ഠാസ്ഥിയോടു കൂടിയതും വിസ്താരം കൊണ്ട് 1,00,000 യോജന വ്യാപിച്ചിട്ടുള്ളതും സമുദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതുമായ ശരീരത്തോടു കൂടിയതായ ഭഗവാൻ മുങ്ങിക്കിടക്കുന്ന ആ മന്ദരപർവ്വതത്തെ പൊക്കിയെടുത്തു. ഇതാണ് 7-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ പർവ്വതശ്രേഷ്ഠൻ പെട്ടെന്ന് പൊങ്ങിയ സമയം അവിടെ കൂടിയിരുന്നവരെല്ലാം വർദ്ധിച്ച ഉത്സാഹത്തോടെ ഊക്കോടെ കടഞ്ഞു തുടങ്ങി. ഭഗവാൻ 2 പക്ഷക്കാരിലും വാസുകിയിലും പ്രവേശിച്ചിട്ട് അവരുടെ ക്ഷീണത്തെ ശമിപ്പിച്ചുകൊണ്ട് അവരെ ബലവും ഉത്സാഹവും ഉള്ളവരാക്കി തീർത്തു. ഇതാണ് 8-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ശക്തിയോടെ ചുറ്റിത്തിരിയുന്നത് കൊണ്ടുണ്ടായ വേഗതയാൽ മേൽപോട്ടുയരുന്ന പർവ്വതത്തിന്മേൽ കൈയുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ആകാശമാർഗത്തിൽ നിന്ന് ബ്രഹ്മാവ്, ശിവൻ മുതലായവർ സന്തോഷവായ്പ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് സ്തുതിച്ചു. ഇതാണ് 9-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. സർപ്പത്തിൻ്റെ മുഖത്തു നിന്ന് വീശുന്ന വിഷവായുവിനാൽ അസുരന്മാർ വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷവായു കൊണ്ട് തന്നെ ദേവന്മാരും കുറച്ചൊന്ന് വിഷമിക്കവേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കാർമേഘങ്ങൾ ദേവന്മാരുടെ നേർക്ക് വർഷിച്ചു. അസുരന്മാരുടെ നേർക്ക് വർഷിച്ചതുമില്ല. ഇതാണ് 10-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. പരിഭ്രമിച്ചോടിക്കൊണ്ടിരിക്കുന്ന തിമിംഗലങ്ങൾ, മുതലകൾ ഇവയുടെ കൂട്ടത്തോടുകൂടിയ ആ സമുദ്രം വളരെ കടയപ്പെട്ടിട്ടും യാതൊരു വികാരവും കൂടാതെ ഇരിക്കവേ ഭഗവാൻ തന്നെ 2 കൈകൾ കൊണ്ടും പിടിച്ചു വലിക്കപ്പെട്ട സർപ്പശ്രേഷ്ഠനോട് കൂടിയവനായിട്ട് പരിലസിച്ചു. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, എന്നെ ഈ ദേഹപീഡയിൽ നിന്ന് രക്ഷിച്ചള്ളണമേ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് ഈ 11-ാം ശ്ലോകത്തിൽ അപേക്ഷിക്കുന്നത്. കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ, ദുർവാസാവ് മഹർഷിക്ക് വിദ്യാധര സ്ത്രീകളിൽ നിന്ന് ലഭിച്ച ദിവ്യമായ പാരിജാതമാലയാണ് ദേവേന്ദ്രന് കൊടുത്തത്. അത് ദേവേന്ദ്രൻ തലയിൽ ചൂടാനായി സ്വന്തം വാഹനമായ ഐരാവതത്തിന് മുകളിലേക്ക് വെച്ചു. അപ്പോൾ ആ ദിവ്യ പുഷ്പങ്ങളിലെ തേൻ കുടിക്കുവാനായി തേനീച്ചകൾ ചുറ്റും കൂടി ഐരാവതത്തിനെ കുത്തി. ഐരാവതം സ്വന്തം തല ഇളക്കിയപ്പോൾ മാല നിലത്ത് വീഴുകയും അത് ഐരാവതം കാലുകൊണ്ട് ഞെരിക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയ ദുർവാസാവ് മഹർഷി കാണുന്നത് താൻ കൊടുത്ത മാല ഐരാവതം ഞെരിച്ചു കളയുന്നതാണ്. അത് തന്നെ അപമാനിച്ചു എന്ന് തോന്നിയതിനാലാണ് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനെ ജരാനര ബാധിക്കട്ടെ എന്ന് ശപിക്കുന്നത്. ദേവന്മാരെല്ലാം വിഷ്ണു ഭഗവാന്റെ അടുക്കൽ വന്ന് ഈ പ്രശ്നത്തിന് പരിഹാരത്തിനായി അപേക്ഷിക്കുമ്പോൾ
അമൃത് സേവിച്ചാൽ മാത്രമേ ദേവന്മാർക്ക് നിത്യ യൗവനം ഉണ്ടാവുകയുള്ളൂ എന്നും അപ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും വിഷ്ണു ഭഗവാൻ അവരോട് പറയുന്നു. പാലാഴി കടഞ്ഞാൽ മാത്രമേ അമൃത് ലഭിക്കൂ എന്നും അദ്ദേഹം അവരെ അറിയിക്കുന്നു. നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ദശകം 27 പാലാഴി മഥനവും കൂർമാവതാരവും. ഓം നമോ ഭഗവതേ വാസുദേവായ. ദുർവാസാസുരവനിതാപ്തദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്രപ്രതിമൃതിദേശശാപശക്രം കാശാന്തിസ്തുതിതരദേവതാംശജാനാം ശാപേന പ്രതിദം ജരേധ നിർജരേന്ദ്രേ ദേവേഷ്യപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജമേത്യ സർവദേവ നിർവാണ പ്രഭവ സമം ഭവന്തമാപു ബ്രഹ്മാദേ സ്തുതമഹിമ ചിരം തദാനീം പ്രാദുക്ഷൻ വരദപുരപരേണ ധാംന ഹേ ദേവാദിതിജകുലൈർവിദായ സന്ധിം പീയൂഷം പരിമദതേതി പര്യശാസ്ത്വം സന്താനം കൃതവതി ദാനവൈസുരൗഖേ മന്ദാനം നയതി മദേന മന്ദരാദ്രിം ഫ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ ആദായ ദ്രുതമദ വാസുകീം വരത്രാം പാദോദൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിദോ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ ശുബ്ധാദ്രൗ ശുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദോ ഗുരുതരഭാരദോ നിമഗ്നേ ദേവേഷു വിദിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമടതനും കഠോരപൃഷ്ടാം നാരായണ 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 സത്യനാരായണ നാരായണ നാരായണ വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോദേ കുഹരഗദേന വഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ ഉന്മഗ്നേ ഛടിതി തദാ ധരാധരേന്ദ്രേ നിർമേതുർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യാദിദയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവിവൃതസ്ഥാൻ ഉദ്ദാമ ഭ്രമണജവോ നമദ്ഗിരീന്ദ്ര നസ്തൈഗാ സ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉത്ഭ്രാന്താനുനുവൃപാത്ത പുഷ്പവർഷ ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷൻ അമരഗണാൻ ന ദൈത്യസംഘാൻ ഉത്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ദൗ ചിരമതിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജാ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.